താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതേത്? ഉത്തരം ഓപ്ഷൻ 1 ആൻഡ് 2. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ഗോത്ര കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപവുമാണ് ഉത്തരം. ചോദ്യം 2. കുറിച്യ കലാപം നടന്ന വർഷം. ഉത്തരം 1812 മാർച്ച് 25. കുറിച്യ കലാപം നടന്നത് 1812 മാർച്ച് 25-നാണ്. ചോദ്യം 3. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം രാമൻ നമ്പി. രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. ചോദ്യം 4. കുറിച്യ കലാപത്തിൻ്റെ ആദിവാസി നേതാവ്. ഇവർ 3 പേരും എന്നതാണ് ഉത്തരം. വെൺകൊലോൾ കേളു, പ്ലാക്കറ്റ് ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പ എന്നിവരാണ് കുറിച്യ കലാപത്തിൻ്റെ ആദിവാസി നേതാക്കളായിരുന്നത്. ചോദ്യം 5. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്തിരുന്ന ആദിവാസി വിഭാഗമേത്? ഉത്തരം കുറുമ്പർ. കുറുമ്പർ ആണ് കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്തിരുന്ന ആദിവാസി വിഭാഗം. ചോദ്യം 6. കുറിച്യ കലാപത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നതാര്? ഉത്തരം രാമൻ നമ്പി. രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത്. ചോദ്യം 7. കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം. ചോദ്യം 8. കുറിച്യ കലാപം നടക്കാനിടയായതിൻ്റെ കാരണം എന്തായിരുന്നു? ഇവയെല്ലാം എന്നതാണ് ഉത്തരം. അധിക നികുതി ചുമത്തിയതും നികുതി പണമായി അടയ്ക്കണം എന്ന നിബന്ധന വെച്ചതും നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തതും എല്ലാമാണ് കുറിച്യ കലാപം നടക്കാനിടയായതിൻ്റെ കാരണം. ചോദ്യം 9. കുറിച്യ കലാപത്തിന് കാരണമായ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ഉത്തരം തോമസ് വാർഡൻ. കുറിച്യ കലാപത്തിന് കാരണമായ നികുതി ഏർപ്പെടുത്തിയ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡനാണ്. ചോദ്യം 10. കുറിച്യ കലാപം അടിച്ചമർത്തപ്പെട്ട വർഷം. ഉത്തരം 1812 മെയ് 8. കുറിച്യ കലാപം അടിച്ചമർത്തപ്പെട്ട വർഷം 1812 മെയ് 8-നാണ്. ചോദ്യം 11. എവിടെ നിന്നുമുള്ള സൈന്യത്തെ എത്തിച്ചാണ് ബ്രിട്ടീഷുകാർ കുറിച്യ കലാപത്തെ അടിച്ചമർത്തിയത്? ഉത്തരം മൈസൂർ. മൈസൂരിൽ നിന്നുമുള്ള സൈന്യത്തെ എത്തിച്ചാണ് ബ്രിട്ടീഷുകാർ കുറിച്യ കലാപത്തെ അടിച്ചമർത്തിയത്. ചോദ്യം 12. കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് പരസ്യമായി തൂക്കിലേറ്റപ്പെട്ട ആദിവാസി നേതാവ് ആരാണ്? ഉത്തരം വെൺകലോൾ കേളു.
കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് പരസ്യമായി തൂക്കിലേറ്റപ്പെട്ട ആദിവാസി നേതാവാണ് വെൺകലോൽ കേളു. ചോദ്യം 13. കുറിച്യ കലാപത്തിൻ്റെ നേതാവായിരുന്ന രാമൻ നമ്പി വധിക്കപ്പെട്ട വർഷം. ഉത്തരം 1812 മെയ് 1. കുറിച്യ കലാപത്തിൻ്റെ നേതാവായിരുന്ന രാമൻ നമ്പി വധിക്കപ്പെട്ടത് 1812 മെയ് 1-നാണ്. ചോദ്യം 14. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാര്? ഉത്തരം തോമസ് ഹാർവേ ബാബർ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് അഭിപ്രായപ്പെട്ടത് തോമസ് ഹാർവേ ബാബറാണ്. ചോദ്യം 15. തോമസ് ഹാർവേ ബാബർ കുറിച്യ കലാപ സമയത്ത് തലശ്ശേരിയിൽ വഹിച്ചിരുന്ന പദവി. ഉത്തരം സബ് കളക്ടർ. തോമസ് ഹാർവേ ബാബർ കുറിച്യ കലാപ സമയത്ത് തലശ്ശേരിയിൽ സബ് കളക്ടറായിരുന്നു.